വിദ്യാഭ്യാസ മേഖലയെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട പദ്ധതിയാണ് PM ശ്രീ. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യങ്ങൾ താഴെത്തട്ടിൽ നടപ്പിലാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം. രാജ്യത്തുടനീളമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സ്കൂളുകളെ അത്യാധുനിക സൗകര്യങ്ങളോടെ മാതൃകാ വിദ്യാലയങ്ങളാക്കി ഉയർത്തുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ തെരഞ്ഞെടുത്ത 14,500-ലധികം സർക്കാർ സ്കൂളുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ബ്ലോക്കിലും നിശ്ചിത എണ്ണം സ്കൂളുകൾ ഇതിനായി മത്സരാധിഷ്ഠിതമായി തിരഞ്ഞെടുക്കപ്പെടുന്നു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു സെൻട്രലി സ്പോൺസേഡ് പദ്ധതിയാണിത്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ആധുനിക കമ്പ്യൂട്ടർ ലാബുകൾ, സയൻസ് ലാബുകൾ, അഡൽട്ട് ടിങ്കറിംഗ് ലാബുകൾ എന്നിവ ഇത്തരം സ്കൂളുകളിൽ സജ്ജീകരിക്കുന്നുണ്ട്. സൗരോർജ്ജ പാനലുകൾ, LED ലൈറ്റുകൾ, മഴവെള്ള സംഭരണി, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ ഘടന 5+3+3+4 എന്ന പുതിയ അക്കാഡമിക് ഘടനയാണ് PM ശ്രീ സ്കൂളുകളിൽ പിന്തുടരുന്നത്. പുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം പരീക്ഷണങ്ങളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും പ്രായോഗിക പഠന രീതിക്ക് ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. കുട്ടികളുടെ പ്രാദേശിക ഭാഷാ ആവശ്യങ്ങളും വൈവിധ്യങ്ങളും മാനിച്ച് പല ഭാഷകളും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങളും ലഭ്യമാക്കുന്നുണ്ട്. ഉയർന്ന നിലവാരമുള്ള അക്കാഡമിക് ഫലങ്ങൾ നൽകുന്നതിന് അധ്യാപകർക്ക് കാലാനുസൃതമായ പ്രത്യേക പരിശീലനങ്ങളും നൈപുണ്യ വികസന ക്ലാസുകളും പദ്ധതി പ്രകാരം നൽകും. ഡിജിറ്റൽ ലൈബ്രറികൾ, ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയുടെ ഉപയോഗത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ആഗോള നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നു. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കും ഒരുപോലെ പ്രാപ്യമായ രീതിയിലാണ് PM ശ്രീ പ്രകാരം ക്ലാസ് മുറികൾ നിർമ്മിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുത്ത ഈ മാതൃകാ സ്കൂളുകൾക്ക് ചുറ്റുമുള്ള മറ്റ് വിദ്യാലയങ്ങളെ മികച്ച രീതിയിൽ നയിക്കാനും മാതൃകകൾ പകർന്നു നൽകാനുമുള്ള ചുമതലയുമുണ്ട്. സർക്കാർ വിദ്യാലയങ്ങളെ കോർപ്പറേറ്റ് സ്കൂളുകൾക്ക് സമാനമായ രീതിയിൽ അത്യാധുനിക ഭൗതിക സൗകര്യങ്ങളോടെ ഉയർത്താൻ PM ശ്രീ സഹായിക്കുന്നു. കുട്ടികൾക്ക് ചെറുപ്പം മുതലേ കമ്പ്യൂട്ടർ കോഡിംഗ്, റോബോട്ടിക്സ്, ആധുനിക ശാസ്ത്ര പരീക്ഷണങ്ങൾ എന്നിവ പരിചയപ്പെടാനുള്ള അവസരം ഉറപ്പാക്കുന്നു. PM ശ്രീ വഴി സാമൂഹിക വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം കുട്ടികൾക്കും ഒരേപോലെ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ഒരിടത്ത് ലഭ്യമാണ്. പദ്ധതിക്കായി ഒപ്പുവെക്കേണ്ട ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാത്ത സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ മറ്റ് വിദ്യാഭ്യാസ ഫണ്ടുകൾ തടഞ്ഞുവെക്കപ്പെടുന്നു എന്ന ആക്ഷേപം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. വിദ്യാഭ്യാസ കൺസൾട്ടന്റ് ലിസ്റ്റ് ഉൾപ്പെടുന്നതാണെങ്കിലും സംസ്ഥാനങ്ങളുടെ സവിശേഷമായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ PM ശ്രീ ഹനിക്കുമോ എന്ന ആശങ്കയും മുൻപിലുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ മേലുള്ള സംസ്ഥാനങ്ങളുടെ അധികാര പരിധി കുറയ്ക്കാനും കേന്ദ്രീകൃതമായ നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുമുള്ള ഉപാധിയായി PM ശ്രീ മാറാമെന്ന വിമർശനവും ഇതിനോടകം തന്നെ വലിയ തരത്തിൽ ഉയർന്നു കഴിഞ്ഞു. ചില പ്രത്യേക സ്കൂളുകൾക്ക് മാത്രം അമിതമായി ഫണ്ടും ശ്രദ്ധയും ലഭിക്കുമ്പോൾ സാധാരണ സർക്കാർ സ്കൂളുകൾ രണ്ടാം കിടയായി മാറുമോ എന്ന ആശങ്കയുമുണ്ട്. രാജ്യത്തുടനീളം ഒരേ തരം മാതൃകകൾ നടപ്പിലാക്കുമ്പോൾ ഓരോ പ്രദേശത്തിന്റെയും തനതായ സാംസ്കാരികവും സാമൂഹികവുമായ സവിശേഷതകൾ അവഗണിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. തുടക്കത്തിൽ കേന്ദ്ര സഹായം ലഭിക്കുമെങ്കിലും ഭാവിയിൽ ഇതിന്റെ പരിപാലന ചെലവ് പൂർണ്ണമായും സംസ്ഥാനങ്ങളുടെ മേൽ വന്നു ചേരുന്നത് അധിക സാമ്പത്തിക ഭാരം ഉണ്ടാക്കിയേക്കും. പൊതുവിദ്യാഭ്യാസ രംഗത്ത് മികച്ച മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആധുനിക വിദ്യാഭ്യാസ രീതികൾക്കും വലിയ സാധ്യതകൾ നൽകുമ്പോഴും അതിന്റെ കേന്ദ്രീകൃത സ്വഭാവവും ഫണ്ട് നിഷേധിക്കുമെന്ന സമീപനങ്ങളും ഒഴിവാക്കിക്കൊണ്ട് പ്രാദേശിക വൈവിധ്യങ്ങളെ മാനിച്ചാൽ മാത്രമേ പദ്ധതി പൂർണ്ണ വിജയം കാണൂ.